ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കസ്റ്റഡിയിൽ വാങ്ങാൻ SIT നൽകിയ അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. പ്രതിയെ ഹാജരാക്കാൻ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചു. അതിനിടെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ചാറ്റുകൾ പുറത്തുവന്നു. 3ാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലുമായി സമഗ്രമായ തെളിവെടുപ്പ് നടത്താൻ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ശാസ്ത്രീയ സാഹചര്യ തെളിവുകളടക്കം ശേഖരിക്കേണ്ടതുണ്ടെന്ന് SIT കോടതിയെ അറിയിച്ചു. കസ്റ്റഡി അപേക്ഷ പരിഗണിക്കാൻ കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചു. രാഹുലിനെ നാളെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കണം. ജാമ്യം നൽകണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും കോടതി തള്ളി. പോലീസ് റിപ്പോർട്ട് കിട്ടാതെ ജാമ്യാപേക്ഷയിൽ എങ്ങനെ വാദം നടത്തുമെന്ന് മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് ചോദിച്ചു. അതിനിടെ രാഹുലിന് കുരുക്കായി കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. അതിജീവിതയെ ടെലഗ്രാമിലൂടെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശമാണ് പുറത്തുവന്നത്. പരാതിക്കാരിയായ അതിജീവിത നാട്ടിലെത്തിയാൽ കാണിച്ചു തരാമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തി. അതിജീവിതയോട് വാർത്താസമ്മേളനം നടത്താനും രാഹുൽ വെല്ലുവിളിച്ചു. പരമാവധി തെളിവുകൾ ശേഖരിച്ച് മുന്നോട്ടു പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 പത്തനംതിട്ട. മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ കാണാൻ കൂട്ടാക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. അറസ്റ്റ് നടപടികളിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന വിമർശനവുമായി മുൻ DGP TP സെൻകുമാർ രംഗത്തെത്തി. പുറത്താക്കിയ MLA രാജിവെക്കണമെന്ന് പറയാൻ കോൺഗ്രസിന് കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. രാഹുൽ സീരിയൽ ക്രിമിനൽ എന്നായിരുന്നു CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. ജയിലിലെ ആദ്യത്തെ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേക പരിഗണനകൾ ഒന്നുമുണ്ടായില്ല. ജയിൽ ഭക്ഷണം, കിടപ്പ്, തറയിൽ പായ വിരിച്ച്. പരാതികളില്ലാതെ രാഹുൽ നേരം വെളുപ്പിച്ചു. സന്ദർശിക്കാനെത്തിയ അടൂരിലെ കോൺഗ്രസ് നേതാക്കളെ കാണാൻ കൂട്ടാക്കാതെ മടക്കി അയച്ചു. സന്ദർശകരെ ആരെയും അനുവദിക്കേണ്ടെന്ന് രാഹുൽ ജയിൽ അധികൃതരെ അറിയിച്ചു. അറസ്റ്റിൽ രാഹുലിനെതിരെ കടുത്ത വിമർശനമാണ് വിവിധ നേതാക്കൾ ഉയർത്തിയത്. രാഹുൽ സീരിയൽ ക്രിമിനൽ എന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ഇരകളോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അസാധാരണവും വികൃതരൂപമുള്ളതാണ്. സീരിയൽ ക്രൈമാണ് ഇദ്ദേഹം കമ്മിറ്റ് ചെയ്യുന്നതായിട്ട് ഇപ്പം വന്നിടത്തോളം വിവരങ്ങൾ വെച്ച് വെളിപ്പെടുന്നത്. രാഹുലിന്റെ അറസ്റ്റിൽ ആരോടും മറുപടി പറയേണ്ട ബാധ്യതയില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതാക്കൾ. പാർട്ടി പുറത്താക്കിയ MLA രാജിവെക്കണമെന്ന് പറയാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിക്ക് പുറത്തുള്ള ആളുകളോട് എങ്ങനെ രാജി ആവശ്യപ്പെടുന്നു? ഞങ്ങൾ ആ വിഷയത്തിൽ ഞങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല. അതേസമയം FIRൽ പരാമർശമുള്ള വടകരയിലെ ഫ്ളാറ്റ് പരിശോധിക്കണമെന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു. വടകരയിൽ രാഹുലിന് ഫ്ളാറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ ആരുടെ ഫ്ളാറ്റിലേക്കാണ് രാഹുൽ ഇവരെ ക്ഷണിച്ചത്? വടകരയിൽ ആരാണ് രാഹുലിനെ സംരക്ഷിക്കാനായിട്ടുള്ളത് എന്ന് പോലീസ് കൃത്യമായി ഈ വിഷയത്തിൽ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഇതിനിടെ അറസ്റ്റ് നടപടികൾ കൃത്യമായി പാലിക്കപ്പെട്ടില്ലെന്ന വിമർശനവുമായി മുൻ DGP TP സെൻകുമാർ രംഗത്തെത്തി. കോഴിയും പോലീസും ക്രിമിനൽ നിയമങ്ങളും എന്ന തലക്കെട്ടോടെയായിരുന്നു ഫേസ്ബുക്കിലെ വിമർശനം. രാഹുൽ മാങ്കൂട്ടത്തിലിനായി കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ദേവാലയങ്ങളിൽ വഴിപാട് നടത്തി. രാഹുലിന്റെ പ്രതിസന്ധി സമയം മാറാനാണ് പൂജയെന്ന് റജോ വള്ളംകുളം പറഞ്ഞു. 24 ആലപ്പുഴ. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ MP. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ഷാഫി. സത്യം തെളിയട്ടെ എന്നും MPയുടെ പ്രതികരണം. വടകരയിലെ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ താൻ എന്തിനു മറുപടി പറയണമെന്നും ഷാഫി പറമ്പിലിന്റെ ചോദ്യം. എനിക്ക് ഫ്ലാറ്റ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? അല്ല, ഞാൻ ചോദിക്കും, ഞാൻ എന്തിനാ അതിന് മറുപടി പറയുന്നു? ഞാൻ ആരുൾപ്പെടെ അല്ല, അത് ഞാൻ പറഞ്ഞു. ഞാൻ എന്തിനു മറുപടി? എൻ്റെ പേര് അതിനകത്ത് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിലുണ്ടോ? ഞാനുമായിട്ടുള്ള സൗഹൃദത്തെ സംബന്ധിച്ചാണ്. ആ സൗഹൃദവും ഒരു പാർട്ടി നടപടിക്കും, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്ത് മാറ്റുന്നതിലോ അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിനകത്തോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന കാര്യത്തിലോ അത് പാർട്ടിക്ക് ഒരു തടസ്സമായിട്ട് അതും മാറിയിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ് ആസ് സച്ച് എ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഒരു കാര്യത്തിൽ മറ്റേത് പ്രസ്ഥാനവും സ്വീകരിച്ചതിനേക്കാളും ക്ലാരിറ്റി ഉള്ള നിലപാടുകളും നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ ആദ്യ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യവുമായി മുഖ്യമന്ത്രി. കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടന്ന സത്യാഗ്രഹ വേദിയിലാണ് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന വാചകം ആലേഖനം ചെയ്ത കപ്പിൽ മുഖ്യമന്ത്രി വെള്ളം കുടിച്ചത്. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി വെള്ളം കുടിക്കുന്ന ഫോട്ടോ അതിജീവിത ഫേസ്ബുക്കിൽ പങ്കുവച്ചു. കപ്പിലെ വാചകങ്ങൾക്ക് തന്റെ ഉള്ളിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ജീവന്റെ തുടിപ്പുണ്ടെന്ന് പറഞ്ഞാണ് അതിജീവിതയുടെ പോസ്റ്റ്. ഇന്നലെ രാഹുലിന്റെ അറസ്റ്റിന് ശേഷം അതിജീവിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഇതേ വാചകമുണ്ടായിരുന്നു.
വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്കെതിരെ വീണ്ടും ഹൈക്കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചില നടപടികളോട് വിയോജിപ്പുണ്ട് എന്ന് സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ ഈ വിമർശനം. എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനാണെങ്കിൽ ദേവസ്വം ബോർഡിന് എന്ത് പ്രസക്തിയെന്ന് ജസ്റ്റിസ് A ബദറുദ്ദീൻ ചോദിച്ചു. ദേവസ്വം സ്വത്തുക്കൾ കൈക്കലാക്കുന്നത് തടയാൻ നിയമനിർമ്മാണം സാധ്യമാണോ എന്നും കോടതി വാക്കാൽ ചോദിച്ചു. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ A പത്മകുമാർ, മുരാരി ബാബു, ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യഹർജി പരിഗണിക്കുന്നതിനിടയിലായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിമർശനം. ആരുമല്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സർവ്വവ്യാപിയായി. എല്ലാം പോറ്റിയെ ഏൽപ്പിക്കാനാണെങ്കിൽ ബോർഡ് എന്തിനാണെന്നും കോടതി ചോദിച്ചു. സാക്ഷിയാക്കേണ്ട തന്നെ SIT പ്രതി ചേർത്തെന്ന് ഗോവർദ്ധൻ കോടതിയിൽ പറഞ്ഞു. സ്വർണ്ണപ്പാളിക്ക് പകരം ചെമ്പുപാളിയെന്ന് എഴുതിയത് മനഃപൂർവ്വം അല്ലെന്നായിരുന്നു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ വാദം. 3 പ്രതികളുടെയും ജാമ്യഹർജികൾ SIT എതിർത്തു. ദേവസ്വം ബോർഡിന്റെ സ്വത്തുക്കൾ അനധികൃതമായി കൈക്കലാക്കുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം സാധ്യമാണോ എന്ന് ജസ്റ്റിസ് A ബദറുദ്ദീൻ വാക്കാൽ ചോദിച്ചു. വിഷ്ണു സുരേഷ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിനെ ചൊല്ലി BJP സംസ്ഥാന നേതൃത്വത്തിൽ ഭിന്നത. തന്ത്രിയോട് ഒരു വിഭാഗം മൃദു സമീപനം സ്വീകരിക്കുന്നതിനെതിരെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണൻ രംഗത്തെത്തി. സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുങ്ങിയ വ്യാജരേഖയുണ്ടാക്കിയതിൽ ഒന്നാം പേരുകാരനാണ് തന്ത്രി കണ്ഠരര് രാജീവരെന്ന് ഡോക്ടർ KS രാധാകൃഷ്ണൻ 24നോട് പറഞ്ഞു. ഞങ്ങൾക്ക് SITയിൽ വിശ്വാസമില്ലാന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞല്ലേ. ഇതിപ്പോൾ പെട്ടെന്നല്ലല്ലോ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് CBI ഒരു സെൻട്രൽ ഏജൻസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന്. അതിന്റെ ഒരു തെളിവല്ലേ ഇത്. തന്ത്രിയുടെ അറസ്റ്റിൽ സംശയം പ്രകടിപ്പിച്ച് BJP സംസ്ഥാന നേതൃത്വം പരസ്യമായി രംഗത്ത് വന്നപ്പോഴാണ് തന്ത്രിക്കെതിരെ ഗുരുതര കുറ്റങ്ങൾ എണ്ണി പറഞ്ഞ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ദേവനെയും ഭക്തരെയും ഒരുപോലെ വഞ്ചിച്ച തന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ലെന്നും തന്ത്രി നിഷ്കളങ്കനല്ല, മറിച്ച് വ്യാജരേഖ ചമച്ച പ്രതിയാണെന്നും ഡോക്ടർ KS രാധാകൃഷ്ണൻ തുറന്നടിച്ചു. ഒരു വ്യാജരേഖ ചമച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് പങ്കെടുത്തതെന്നുള്ളവരുടെ പേര് വിവരം കൊടുത്തിട്ടുണ്ട് വിത്ത് ഡെസിഗ്നേഷൻ. അതിൽ ഒന്നാം പേരുകാരനാണ് തന്ത്രി. ആ സ്വർണം പൊതിഞ്ഞ മാറ്റിയിട്ട് വെറും ചെമ്പുപാളി എന്നാക്കിയെടുക്കുന്ന രേഖ അതാണ്. 2025 ഒക്ടോബർ 10 ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ KS രാധാകൃഷ്ണന്റെ വിമർശനം. 2019 മെയ് 18 സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളെ വെറും ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തി വ്യാജ മഹസർ ചമച്ചതിൽ ഒന്നാം പേരുകാരനാണ് തന്ത്രിയെന്ന് KS രാധാകൃഷ്ണൻ ആരോപിക്കുന്നു. 38 കിലോ തങ്കം ഉപയോഗിച്ച് സ്വർണം പൊതിയുമ്പോഴും രാജീവര് തന്നെയായിരുന്നു തന്ത്രിയെന്നും ഡോക്ടർ KS രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നു. തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ ശബരിമല വിഷയത്തിൽ സമരവുമായി BJP കളത്തിലിറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് നേതൃത്വത്തെ കുരുക്കിലാക്കി ഭിന്നത മറനീക്കി പുറത്തുവരുന്നത്. 24 കൊച്ചി. ശബരിമല വാർത്തകൾ ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ-പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. രാജപ്രതിനിധി പുണർദം നാൾ നാരായണവർമ്മയാണ് 26 പേരുടെ സംഘത്തെ നയിക്കുന്നത്. പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ 12:50 തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള ചടങ്ങുകൾ തുടങ്ങി. 1 മണിക്ക് വാഹക സംഘം തിരുവാഭരണങ്ങൾ ശിരസിലേറ്റി. ശ്രീകൃഷ്ണ പരുന്ത് ആകാശത്ത് വട്ടമിട്ടു പറന്നതോടെ ഘോഷയാത്രയ്ക്ക് തുടക്കം. രാജപ്രതിനിധിയായി PN നാരായണവർമ്മയാണ് ഘോഷയാത്രയെ അനുഗമിക്കുന്നത്. മരുതമനയിൽ ശിവൻകുട്ടിയാണ് ഇത്തവണ മുതൽ തിരുവാഭരണ വാഹക സംഘത്തിന്റെ ഗുരുസ്വാമി. 26 പേരാണ് സംഘത്തിലുള്ളത്. പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ നീങ്ങുന്ന ഘോഷയാത്ര 14-ന് ശബരിമലയിൽ എത്തിച്ചേരും. മകരവിളക്ക് ദിനമായ അന്ന് വൈകിട്ട് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും. 24 പത്തനംതിട്ട. ISROയുടെ PSLV C-62 വിക്ഷേപണം പരാജയം.
ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം അന്വേഷ ഉൾപ്പെടെ 16 ഉപഗ്രഹങ്ങളെ വഹിച്ച് PSLV C-62 മൂന്നാം ഘട്ടത്തിലാണ് സാങ്കേതിക പിഴവുണ്ടായത്. 2025 മെയ്യിലെ PSLV വിക്ഷേപണവും പരാജയപ്പെട്ടു. 1-0. S-139 motor and both strap-ons ignite. Here's the pillar of Lift fire off normal. meets the P1 tracking. canvas of P2 blue. tracking. PSLV P2 tracking. C-62 P2 flying tracking. the umbilical P4 tower, tracking. a majestic lift-off. നോർമൽ ആൻഡ് മജസ്റ്റിക് ലിഫ്റ്റ് ഓഫ്. പതിവ് പോലെ കിറുകൃത്യമായ ആദ്യഘട്ടങ്ങൾ. PSLVയുടെ വിജയക്കുതിപ്പ് വീണ്ടും എന്ന പ്രതീക്ഷ വാനോളമുയർന്ന നിമിഷങ്ങൾ. എന്നാൽ മൂന്നാം ഘട്ടത്തിന് ശേഷം പുതിയ വിവരങ്ങൾ ISRO നൽകാതെ വന്നതോടെ ദൗത്യത്തിൽ അനിശ്ചിതത്വം. ഒടുവിൽ മൂന്നാം ഘട്ടത്തിൽ പിഴവുണ്ടായെന്ന വിവരം ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ തന്നെ അറിയിച്ചു. PSLVയുടെ ചരിത്രത്തിലെ ആദ്യ തുടർ പരാജയം, അതും ഒരേ ഘട്ടത്തിൽ സംഭവിക്കുന്ന പിഴവ്. End of the third stage, we are seeing little more disturbance in the vehicle roll rates, and subsequently there is a deviation observed in the flight path. We are analyzing the data and we shall come back at the earliest. അതിർത്തി നിരീക്ഷണം, ദേശസുരക്ഷ എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ച അന്വേഷ എന്ന ഭൗമനിരീക്ഷണ ഉപഗ്രഹമായിരുന്നു റോക്കറ്റിലെ പ്രധാന പേലോഡ്. ഒപ്പം 6 വിദേശ രാജ്യങ്ങളുടെ ഉൾപ്പെടെ 15 ചെറു ഉപഗ്രഹങ്ങളും. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ പേലോഡുകളും ഇവയിൽ ഉൾപ്പെടുന്നു. വലിയ നിരാശയാണ് തുടർപരാജയത്തിലൂടെ ISROയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ് 18 നടത്തിയ PSLV വിക്ഷേപണവും പരാജയപ്പെട്ടിരുന്നു. അന്ന് രാജ്യത്തിന് നഷ്ടമായത് EOS-09 എന്ന തന്ത്രപ്രധാന ഭൗമനിരീക്ഷണ ഉപഗ്രഹമായിരുന്നു. അന്ന് സംഭവിച്ച സാങ്കേതിക പിഴവ് വിശദമായി പഠിക്കാൻ നിയോഗിച്ച ഫെയിലർ അനാലിസിസ് കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് അതേ സാങ്കേതിക പിഴവിൽ രണ്ടാമത്തെ വിക്ഷേപണ പരാജയം. പ്രജിൻ സി കണ്ണൻ, സയൻസ് ഡെസ്ക്, 24. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തോമസ് കുതിരവട്ടം അന്തരിച്ചു. 80 വയസ്സായിരുന്നു. രാജ്യസഭാംഗവും KSUയുടെ സ്ഥാപക നേതാവുമാണ് അദ്ദേഹം. ആലപ്പുഴ ചെങ്ങന്നൂർ കല്ലിശ്ശേരി സ്വദേശിയാണ്. പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പനെതിരെ അധിക്ഷേപ പോസ്റ്റർ ഒട്ടിച്ച സംഭവത്തിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് കസ്റ്റഡിയിലായി. കണ്ണാട് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുജിത്, സെക്രട്ടറി വിഷ്ണു എന്നിവരെയാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് പിടികൂടിയത്. DCC പ്രസിഡന്റിന്റെ പരാതിയിലാണ് നടപടി. പോസ്റ്ററുകൾ തങ്ങൾ തന്നെ പതിച്ചതാണ് എന്നും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ് എന്നും പിടിയിലായവർ പോലീസിന് മൊഴി നൽകി. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.